HT മോട്ടർ എന്ന് പറഞ്ഞാൽ മോട്ടോഴ്സ് വിച്ച് വർക്ക് ഓൺ 3.3 kV, 6.6 kV, 11 kV ഇത്രയും വോൾട്ടേജ് റേഞ്ച് വരുന്നുണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ. അപ്പോൾ നമ്മൾ HTയുടെ ലൈസൻസിന്റെ എക്സാമിന് ഈ കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് വരുന്ന മോട്ടറിന്റെ സപ്ലൈ വോൾട്ടേജുകൾ HT മോട്ടർ ആയിരിക്കും വരിക. അപ്പോൾ HT മോട്ടറിന്റെ സപ്ലൈ വോൾട്ടേജുകൾ 3.3 kV, 6.6 kV, 11 kV ആണ്. HT മോട്ടറുകളാകുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു VCB ആണ് യൂസ് ചെയ്യുന്നത്, വാക്വം സർക്യൂട്ട് ബ്രേക്കറുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത് ന്യൂമറിക്കൽ പ്രൊട്ടക്ഷൻ റിലേ അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സർ കൺട്രോൾഡ് റിലേ ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അവിടെ പ്രൊട്ടക്ഷൻ CTs കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോർ ബാലൻസ് കറണ്ട് ട്രാൻസ്ഫോമറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് CBCT. അപ്പോൾ ഇതാണ് അതിൻ്റെ കോർ വരുന്നത്. IA, IB, IBC എന്നാണ് RYB ഫേസിൽ കൂടെ പോകുന്ന കറണ്ടുകൾ, 3 ഫേസിൽ കൂടെ പോകുന്ന കറണ്ട്. ഈ CTയുടെ സെക്കൻഡറി നമ്മൾ ഒരു എർത്ത് ഫാൾട്ട് റിലേയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വെച്ചിരിക്കുന്നതാണ് CBCT, കോർ ബാലൻസ്ഡ് കറണ്ട് ട്രാൻസ്ഫോമർ. അതിൻ്റെ സെക്കൻഡറി ഈ സോഫ്റ്റ് സ്റ്റാർട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് സോഫ്റ്റ് സ്റ്റാർട്ടറിൻ്റെ ഔട്ട് ഗോയിങ് ആണ് മോട്ടറിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇത് മോട്ടറിലേക്ക് പോകുന്ന ഇതായതുകൊണ്ട് തന്നെ 3 ഫേസുകൾ അവിടെ ഓരോ ഫേസിൻ്റെ കറണ്ട് കാണാൻ പറ്റും. അതും സെയിം കറണ്ട് തന്നെ. എന്നാൽ ഫാൾട്ട് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ ആയിരിക്കില്ല. ഫാൾട്ട് വന്നു കഴിയുമ്പോൾ ഒരു ലിമിറ്റഡ് ഫ്ലെക്സ് സെക്കൻഡറിയിൽ ഉണ്ടാവുകയും അത് സെക്കൻഡറി കറണ്ട് CTയുടെ സെക്കൻഡറിയിൽ ഒരു കറണ്ടിനെ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ CTയുടെ സെക്കൻഡറി കാണുന്ന വൈറ്റ് വയറിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ട് ഈ സ്റ്റാർട്ടറിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ സോഫ്റ്റ് സ്റ്റാർട്ടറിനെ ഓഫ് ആക്കുന്നു. പിന്നെ അടുത്തത് വരുന്ന ന്യൂട്രൽ CT കണക്ട് ചെയ്തിരിക്കുന്നത് ന്യൂട്രൽ ഗ്രൗണ്ട് റെസിസ്റ്റൻസ് 145 ഓം ആണ്. അത് നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടുപിടിച്ചായിരുന്നു, ന്യൂട്രൽ ഗ്രൗണ്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ 11 kV 630 ആംപിയർ വാക്വം സർക്യൂട്ട് ബ്രേക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 11 kV സൈഡിലും 33 kV സൈഡിലെ പോലെ തന്നെ റിലേ കോമ്പിനേഷൻസുകൾ 50-51, 50N, 50-51. ഇപ്പോൾ ഇതാ റിലേ നമ്പറുകൾ ആദ്യം നമ്മുടെ ക്ലാസ്സിൽ എടുത്തിരുന്ന റിലേ നമ്പേഴ്സുകൾ നോക്കുക. കൊടുത്തിരിക്കുന്ന ഈ റിലേസുകൾ 63M അറിയാം നമുക്ക്. ബക്ക് ഹോൾസ് റിലേ ആണ്. അതായത് ബക്ക് ഹോൾസ് റിലേ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ടോപ്പിക്കിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയില്ലാത്തവർക്ക് ആ ടോപ്പിക് ഒന്നും കൊണ്ട് നോക്കുക. ട്രാൻസ്ഫോമർ കമ്പോണൻസ് കാണിക്കുന്ന ക്ലാസ് ആണ്. നമുക്കിവിടെ റിലേ കോഡിന്റെ ഒരു നോട്ട് നോക്കാം. ഇവിടെ 49 കാണിച്ചിരിക്കുന്നത് മെഷീൻ ഓർ ട്രാൻസ്ഫോമർ തെർമൽ ഓവർലോഡ് റിലേ എന്നാണ്. ട്രാൻസ്ഫോമർ തെർമൽ ഓവർലോഡ് റിലേ.